Hello and welcome back to my Easy English class. Today I am going to teach you simple past tense and past continuous tense. Let us go to the class. Simple past tense. Simple past tense is used to describe actions or events that happened and were completed in the past. Dear friends, simple past tense നമ്മൾ പഠിച്ചതാണ്. ഇന്ന് അതിനെ വിശദമായി പഠിക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് സാധാരണ ഭൂതകാലം എന്ന് വെച്ചാൽ യൂസ് ടു ഡിസ്ക്രൈബ് വിവരിക്കുന്നു ആക്ഷൻസ് ഓർ ഈവൻസ് പ്രവർത്തനങ്ങൾ ദാറ്റ് ഹാപ്പൻഡ് അത് സംഭവിച്ചത് എപ്പോഴാണ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സൂചിപ്പിക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഒരു കർത്താവ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, കഴിഞ്ഞ കാലത്തെ ഒരു വെർബ് ഒരു ക്രിയ ഉണ്ടായിരിക്കും, കൂടെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റും കർമ്മവും ഉണ്ടായിരിക്കും. നോക്കാം. സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്, പാസ്റ്റ് ടെൻസ് വെർബ് ഇവിടെ വാക്ക്ഡ് ആണ്, ഒബ്ജക്റ്റ് ഇവിടെ ടു സ്കൂളാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ വാക്ക്ഡ് ടു സ്കൂൾ. വാക്ക് എന്നത് പ്രസന്റ് ഫോമാണ്, അതായത് നടക്കുക. ഇതിനെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ വാക്ക്ഡായി മാറുന്നു. ഐ വാക്ക്ഡ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഐ വാക്ക്ഡ് ടു സ്കൂൾ. ഐ വാക്ക്ഡ് ടു സ്കൂൾ. ഇനി ഷീ വരുമ്പോഴോ, ഷീ കുക്ക്ഡ് ഡിന്നർ. ഷീ ഇവിടെ സബ്ജക്റ്റാണ്, കുക്ക്ഡ് പാസ്റ്റ് വെർബാണ്, ഡിന്നർ ഒരു ഒബ്ജക്റ്റാണ്. അവൾ ഭക്ഷണം പാകം ചെയ്തു. കഴിഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞു, കുക്ക്ഡ്. ഷീ കുക്ക്ഡ് ഡിന്നർ. ഇതിന്റെ പ്രസന്റ് ഫോം കുക്കാണ്. ഭക്ഷണം പാകം ചെയ്യുക അതിവിടെ പാസ്റ്റിലേക്ക് വന്നപ്പോൾ കുക്ക്ഡായി. ഷീ കുക്ക്ഡ് ഡിന്നർ. ദേ വാച്ച്ഡ് ടി വി. അവർ ടി വി കണ്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. ദേ വാച്ച്ഡ് ടി വി. അവർ ടി വി കണ്ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസിന് എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കാം. ഐ വാക്ക്ഡ് ടു സ്കൂൾ. ഷീ കുക്ക്ഡ് ഡിന്നർ. ദേ വാച്ച്ഡ് ടി വി. പാസ്റ്റ് ടെൻസിന്റെ ഫാമിലിയിലെ രണ്ടാമത്തെ ടെൻസാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് വേർ ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് മൊമെന്റ് ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞു പോയ കാലത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഇതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് ഉണ്ടാവും, വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും, ഒരു ക്രിയ ഉണ്ടായിരിക്കും കഴിഞ്ഞ കാലത്തെ, പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. INGയും കൂടെ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഷി വാസ് കുക്കിംഗ് ഡിന്നർ. ഐ വാസ് വാക്കിംഗ് ടു സ്കൂൾ. ദേ വർ വാച്ചിങ് TV. ഇനി ഇതിന്റെ മീനിങ് നോക്കാം. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അവൾ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. അവിടെ ഒരു തുടർച്ചയുണ്ട് അല്ലേ? കഴിഞ്ഞു പോയ പ്രവൃത്തിയാണെങ്കിലും. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അവൾ പാചകം ചെയ്യുകയായിരുന്നു. ഐ വാസ് വാക്കിംഗ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ദേ വർ വാച്ചിങ് TV. അവർ TV കാണുകയായിരുന്നു. അവൾ പാചകം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്. അവരിതാ TV കാണുന്നു എന്ന് പറയുമ്പോഴും പ്രസന്റ് ആണ്. അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ അവൾ പാചകം ചെയ്യുകയായിരുന്നു, ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു, അവർ TV കാണുകയായിരുന്നു, ഇങ്ങനെ വരുന്നു. ഇതിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാർ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഗ്രാമർ നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുമല്ലോ. ഇനി നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് പോകാം. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ I want to talk about my best friend.
I have a best friend. She is my daughter. She is a medical student. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിനെ കുറിച്ചാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തിനെ കുറിച്ചാണ്. അത് എൻ്റെ മകളാണ്. അവളൊരു ഡോക്ടർ സ്റ്റുഡൻറ്റ് ആണ്. I laugh a lot with my girl. ഞാൻ എൻ്റെ മകളോടൊപ്പം കുറേ ചിരിക്കാറുണ്ട്. When I am feeling down, she always make me laugh. ഞാൻ എപ്പോഴെങ്കിലും തളർന്നാൽ അവൾ എന്നെ ചിരിപ്പിക്കുന്നു. Whenever I feel stressed from my work, from life, I can always talk to my girl. എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ ഞാൻ തളരുമ്പോൾ എനിക്കെപ്പോഴും അവളോട് സംസാരിക്കാം. She makes me smile. അപ്പോഴവൾ എന്നെ ചിരിപ്പിക്കും. She makes me smile. We like to eat biryani. ഞങ്ങൾ ബിരിയാണി തിന്നാനാണ് ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ രണ്ടുപേരും. We like to eat biryani. Dear friends, who makes you smile when you feel down? ആരാണ് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുന്നത്? അവരായിരിക്കുമല്ലേ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. Here I wind up today's class. See you in the next class. If you like my channel, please like, share, comment and subscribe. Bye bye.